ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ശ്രദ്ധാകേന്ദ്രമായി മാരുതി സുസുക്കി വിതാര. മാരുതിയിൽ നിന്നുള്ള ആദ്യ ഇലക്ട്രിക് വാഹനമായ ഈ വിതാര 2 ബാറ്ററി ഓപ്ഷനുകളിൽ ലഭ്യമാകും. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നിന്നും എം നിഖിൽകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹി ഓട്ടോ എക്സ്പോയിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് മാരുതിയുടെ പവലിയനിലാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മാരുതി സുസുക്കി തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം പുറത്തിറക്കി എന്നതാണ്. ഈ വിതാര എന്നാണ് ഈ ഒരു വാഹനത്തിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ഈ വിതാരയുടെ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. മാരുതിയുടെ പവലിയനിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച ഒരു വാഹനമാണ്. മാരുതിയുടെ പവലിയനിൽ നിന്നല്ല, ഈ ഒരു ഓട്ടോ എക്സ്പോയിൽ തന്നെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച വാഹനമാണ് ഇതെന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ഈ വിതാര എന്ന് പറയുന്ന ആ ഒരു മോഡലാണ് ഈ കാണുന്നത്. അതായത് മാരുതി സുസുക്കിയിൽ നിന്നുള്ള ആദ്യത്തെ ഇലക്ട്രിക് വാഹനമാണ് ഈ വിതാര എന്ന് പറയുന്നത്. ഈ ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓട്ടോ എക്സ്പോയിലെ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച വാഹനം, എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന വെയിറ്റ് ആയിട്ടൊരു വാഹനമാണിത്. ഇത് നിരവധി പ്രത്യേകതകൾ. നമ്മൾ 2 ബാറ്ററി ഓപ്ഷനുകൾ ഈ ഒരു വാഹനം അവൈലബിൾ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത. ഒപ്പം തന്നെ റേഞ്ച്, വളരെ വലിയൊരു റേഞ്ച് പറയുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി ആളുകൾ വെയിറ്റ് ചെയ്തത് മറ്റൊരു കാര്യത്തിനുണ്ട്. കാരണം ഈ ഒരു വാഹനം പുറത്തിറക്കിയിരിക്കുന്നത് മാരുതി സുസുക്കിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർവീസിൻ്റെ കാര്യത്തിലൊക്കെ ആൾക്കാർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. മറ്റൊരു കാര്യം, ഇലക്ട്രിക്കാണ്. ഇപ്പോൾ കമ്പനി അവകാശപ്പെടുന്നത് 100 ഫെസിലിറ്റികളിൽ, അതായത് അവരുടെ 100 അധികം ഷോറൂമുകളിൽ ഉടനെ തന്നെ ഏറ്റവും അടുത്ത് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ, അതായത് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനുകൾ വരും എന്നുള്ളതാണ്. ഒപ്പം തന്നെ പിന്നീട് 1000 സിറ്റികളിലേക്ക് അത് വ്യാപിപ്പിക്കും എന്നും മാരുതി സുസുക്കി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വളരെ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇലക്ട്രിക് വാഹനം വാങ്ങുന്നവരുടെ ഏറ്റവും വലിയ കൺസേൺസ് ഇതൊക്കെയാണ്. അതായത് റേഞ്ച്, വാഹനത്തിൻ്റെ മെയിൻ്റനൻസ്, അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ ചാർജിങ് സ്റ്റേഷൻ, ഇത് 3ഉം പരിഹരിക്കും എന്നാണ് ഈ ഒരു വാഹനം പുറത്തിറക്കിക്കൊണ്ട് മാരുതി സുസുക്കി അവകാശപ്പെടുന്നത്. കാരണം ഇതിന് മുന്നിലുള്ള സംവിധാനം തങ്ങൾക്കുണ്ട്. കാരണം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷോറൂം ശൃംഖലയുള്ളത് മാരുതി സുസുക്കിക്കാണ്. ഒപ്പം തന്നെ സർവീസ് ഫെസിലിറ്റി ഉള്ളതും മാരുതി സുസുക്കിയാണ് എന്ന് പറയുന്നു. ആ ഒരു ഷോറൂം ശൃംഖല വഴി ചാർജിങ് സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഈ സർവീസ് സ്റ്റേഷൻ വഴി പരമാവധി സർവീസുകൾ, ഏറ്റവും മികച്ച സർവീസ് തന്നെ ആളുകൾക്ക് കൊടുക്കുക. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു റേഞ്ച് ഇഷ്യൂ 500 എന്നൊരു റേഞ്ചാണ് കമ്പനി അവകാശപ്പെടുന്നത്. ആ ഒരു റേഞ്ചും പരിഹരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ച 3 കൺസേണുകൾ പരിഹരിക്കുക എന്നുള്ളതാണ് മാരുതി ലക്ഷ്യമിടുന്നതെന്നാണ് മാരുതി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ E4Me എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം, അങ്ങനെ ആപ്പും കൂടി മാരുതി പുറത്തിറക്കേണ്ടതിൽ ചാർജിങ് സ്റ്റേഷൻ്റെ അടക്കമുള്ള വിവരങ്ങൾ അതിൽ ലഭ്യമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൻ്റെ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഈ ഒരു ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആ E4Me ആപ്പ് വഴി ലഭ്യമാകും എന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഡൽഹി ഓട്ടോ എക്സ്പോയിൽ നിന്നും എം നിഖിൽകുമാർ, ജനം.